ഹലോ ഫ്രണ്ട്സ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര 2025 ഡൊമിനിക് അരുണിൻ്റെ രചനയിലും സംവിധാനത്തിലും ഇറങ്ങിയ ലോക വെൽഫെയർ ഫിലിംസാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 30 കോടി മുടക്കിയ സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഓഫ് കോഴ്സ് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. 2018 ഇതുപോലൊരു കൊറിയൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പേര് ദ വിച്ച്. പാർക്ക് ഹൂൺ ജംഗ് രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് കിം ഡാമിയാണ്. ഈ രണ്ട് സിനിമയും ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. രണ്ട് സിനിമയുടെ കഥാസാരം നോക്കുകയാണെങ്കിൽ ദ വിച്ച് അത് എടുത്തിരിക്കുന്നത് ഒരു ആക്ഷൻ, ഹൊറർ ആൻഡ് സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടാണ്. ലോകം നമുക്കറിയാം, നമ്മുടെ ഒരു മിത്ത് എടുത്ത് അത് ഒരു ആക്ഷൻ ഹൊറർ സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. പിന്നെ ഇതിൽ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്ട്രീറ്റ് മാജിക് ചെയ്തിട്ട് ഒരു പുള്ളിയെ തേടി വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അതേ സീൻ ഈ സിനിമയിലും ഉണ്ട്. അത് പക്ഷേ നായികയാണ് അത് ചെയ്തിട്ട് നായികയെ തിരക്കി കുറച്ച് പേര് വരുന്നത്. അതിനൊരു ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. ലോകം കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉറപ്പായിട്ടും ദ വിച്ച് സബ്വേർഷൻ കൂടി കാണണം. പിന്നെ അതിലെ നായികയുടെ പെർഫോമൻസ്, നമ്മുടെ ഓഫ്കോഴ്സ് ഈ കല്യാണിയുടെ പെർഫോമൻസൊക്കെ പോലെ ഒരുപക്ഷെ അതിലും മേളിൽ മികച്ചു നിൽക്കുന്ന പെർഫോമൻസാണ് പുള്ളിക്കാരി അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ സിനിമ കണ്ടിരുന്നു പോവും. സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് കാണാത്തവർ, അതായത് ലോകം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഈ സിനിമ കൂടി ഒന്ന് കാണണം. എന്തൊക്കെയോ ഒരു സാമ്യതകൾ സിനിമകൾ തമ്മിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് നിങ്ങൾക്കും തോന്നും. രണ്ടും നല്ല സിനിമയാണ്. രണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. കുറേക്കാരിനി ദ വിച്ച് ദ സബ്വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചും വിരിച്ചെന്ന് നമുക്ക് പറയാം, ഞങ്ങൾക്ക് ദ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ രണ്ട് സിനിമയും കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രണ്ട് സിനിമയും ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. രണ്ട് സിനിമയുടെ കഥാസാരം നോക്കുകയാണെങ്കിൽ ദ വിച്ച് അത് എടുത്തിരിക്കുന്നത് ഒരു ആക്ഷൻ, ഹൊറർ ആൻഡ് സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടാണ്. ലോകം നമുക്കറിയാം, നമ്മുടെ ഒരു മിത്ത് എടുത്ത് അത് ഒരു ആക്ഷൻ ഹൊറർ സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. പിന്നെ ഇതിൽ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്ട്രീറ്റ് മാജിക് ചെയ്തിട്ട് ഒരു പുള്ളിയെ തേടി വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അതേ സീൻ ഈ സിനിമയിലും ഉണ്ട്. അത് പക്ഷേ നായികയാണ് അത് ചെയ്തിട്ട് നായികയെ തിരക്കി കുറച്ച് പേര് വരുന്നത്. അതിനൊരു ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. ലോകം കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉറപ്പായിട്ടും ദ വിച്ച് സബ്വേർഷൻ കൂടി കാണണം. പിന്നെ അതിലെ നായികയുടെ പെർഫോമൻസ്, നമ്മുടെ ഓഫ്കോഴ്സ് ഈ കല്യാണിയുടെ പെർഫോമൻസൊക്കെ പോലെ ഒരുപക്ഷെ അതിലും മേളിൽ മികച്ചു നിൽക്കുന്ന പെർഫോമൻസാണ് പുള്ളിക്കാരി അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ സിനിമ കണ്ടിരുന്നു പോവും. സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് കാണാത്തവർ, അതായത് ലോകം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഈ സിനിമ കൂടി ഒന്ന് കാണണം. എന്തൊക്കെയോ ഒരു സാമ്യതകൾ സിനിമകൾ തമ്മിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് നിങ്ങൾക്കും തോന്നും. രണ്ടും നല്ല സിനിമയാണ്. രണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. കുറേക്കാരിനി ദ വിച്ച് ദ സബ്വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചും വിരിച്ചെന്ന് നമുക്ക് പറയാം, ഞങ്ങൾക്ക് ദ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ രണ്ട് സിനിമയും കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.